നമ്മുടെ കൊച്ചിയിലെ ഒരുപാട് സൂപ്പർ കാറുകളൊന്നും ഇറങ്ങാറുണ്ട്. അതും ദുബായ് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുള്ള കാർനെറ്റ് വഴി വരുന്ന കാറുകൾ. അതെന്തിനാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ ഷെമിൻ ബ്രോ ഉണ്ട്. അഹ്ലൻ മാരിടൈമിൻ്റെ ഓണറായ ഷെമിൻ ബ്രോ നമ്മളോട് പറയും. ഷെമിൻ ബ്രോ നമസ്കാരം. നമസ്കാരം. പുതിയ വണ്ടി വീണ്ടും വന്നു. പുതിയ വണ്ടി വീണ്ടും വന്നു. അപ്പോൾ ഒരു 4 വണ്ടി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കൊണ്ടുവന്ന് എക്സ്പോക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ബാച്ച് വണ്ടികൾ, ബാച്ച് എന്ന് പറഞ്ഞാൽ കുറേ ഇനി വരാനുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നേക്കണ വണ്ടികൾ ഇത് ദുബായിൽ നിന്നാണ്. ഇത് ദുബായിൽ നിന്ന് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത വണ്ടി. ഇപ്പോൾ നമ്മുടെ നിസാർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ടാണ് വണ്ടി കൊണ്ടുവന്നേക്കണത്. ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം? പറഞ്ഞോളൂ. ഇതെന്ന് പറഞ്ഞാൽ ഡോഡ്ജ് ചലഞ്ചർ എന്ന് പറഞ്ഞ ഒരു കാറാണ്. ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് വിൻ ഡീസൽ ഡോഡ്ജ് കാറ്റഗറിയിൽ തന്നെ. ഇതിന്റെ തന്നെ പല പല മോഡലുണ്ട്. അപ്പൊ ഈ വണ്ടി ഇപ്പൊ വന്നേക്കണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർനെറ്റ്. ഇതാണ് ആ കാർനെറ്റ് ഡോക്യുമെന്റ്. ഈ സംഭവമാണ്. ഇത് വണ്ടികൾക്കുള്ള ഒരു പാസ്പോർട്ട് വിസ പോലത്തെ ഒരു സംഭവമാണ്. ഈ കാർനെറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് 6 മാസം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇമാതിരി സാധനങ്ങൾ നല്ലതായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ഓടിച്ചു കൊടുക്കാം, അതും ലീഗലായിട്ട്. ഇപ്പോൾ ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടി? ഇപ്പോൾ കൊണ്ടുവരുന്ന എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണല്ലോ, അവരെന്തിനാണ് വണ്ടി കൊണ്ടുവരുന്നത്? യങ്സ്റ്റേഴ്സ് ഇപ്പൊ ബേസിക്കലി നമുക്ക് പറയാലോ, യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വണ്ടിപ്രാന്തന്മാരാണ്. അപ്പൊ വണ്ടിപ്രാന്തന്മാർക്ക് എന്താ പറയുക, ഇമാതിരി സൂപ്പർ കാറിനോട് എസ്പെഷ്യലി കേരള പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും പറയണത് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈബ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പിള്ളേർ കൊണ്ടുവന്നതാണ്. ഇത് കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല ഇതാണ്. ചിലവർ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി കൊണ്ടുവരും, അതായത് SUV ടൈപ്പ് വണ്ടികൾ, പിന്നെ റാപ്റ്ററൊക്കെ പോലത്തെ അങ്ങനെയുള്ള വണ്ടികൾ. ചിലവർ സ്പോർട്സ് കാർ കൊണ്ടുവരും. പിന്നെ ഇവരൊക്കെ ഇങ്ങനെയുള്ള വണ്ടികൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് മലയാളികൾക്ക് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇന്ത്യയിൽ കാണാനായിട്ട് ഭയങ്കര റെയറാണ്. അപ്പം അങ്ങനെയും കൊണ്ടുവരും. പിന്നെ ചിലവർ ഫാമിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടും കൊണ്ടുവരും. ഇതപ്പോൾ നമുക്ക് എത്ര മാസം വരെ ഇവിടെ കേരളത്തിൽ? നമുക്ക് ലീഗലി ഒരു 6 മാസം വരെ നമുക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു 6 മാസം വരെ. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ദുബായിലേക്ക് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കീ കസ്റ്റംസിനെ ഏൽപ്പിക്കണം. അത് മിക്കവർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. കസ്റ്റംസിനെ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അതിനൊരു റിക്വസ്റ്റ് ഫോമൊക്കെ ഉണ്ട്. അതൊക്കെ ഫോം ഫില്ല് ചെയ്ത് കസ്റ്റംസിന് കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് കസ്റ്റംസ് ഡിസൈഡ് ചെയ്യണത് ഫൈനായിട്ട് വരും. അത് മാത്രമേ ഇന്നുള്ളത്. ഡ്യൂട്ടി ഇല്ല, പിന്നെ ഡ്യൂട്ടി ഇല്ല, വേറെ ചാർജസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല അതിൻ്റെ അകത്ത്. അതാണ് കാർനെറ്റ് വന്നുള്ള ഗുണം. കാർനെറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ എടുക്കുന്ന വണ്ടികൾ, പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ കാർനെറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദുബായിൽ നിന്ന് ഞാൻ കേട്ടേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 25,000, 30,000, 35,000 ഡിപ്പെൻസ് ഓൺ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. അത് റീഫണ്ടബിൾ ആണ്. നിങ്ങൾ വണ്ടി ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിച്ച് തിരിച്ച് പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ കസ്റ്റം ക്ലിയറൻസ് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആണ്. 25,000 ദിറംസ് ടു 30,000 ദിറംസ് ആണ് ദുബായിൽ കൊടുക്കുന്നത്. സൗദി അറേബ്യയിൽ അതിൽ കുറവാണ്. ആ ഓരോ കൺട്രിയിലും ഓരോ ഡിപ്പെൻസ് ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്തെങ്കിലും മേടിക്കണം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒരു ഉറപ്പിന് മേടിച്ച് വെക്കണത്. അതായത് വണ്ടി ഇന്ത്യയിൽ വന്നാൽ കാർനെറ്റിൽ വന്ന വണ്ടികൾ തിരിച്ചെന്തായാലും പോകണം. പിന്നെ ചിലവർ പെർമനൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിസാർ ബ്രോനെ തന്നെ വിളിക്കാം. അതാണ് ഈ വണ്ടിയുടെ ചലഞ്ചറിൻ്റെ ഓണർ. അപ്പോൾ നിസാർ ബ്രോനെ നമുക്ക് വിളിക്കാം. കം ഓൺ. അപ്പോൾ ഇതാണ് നിസാർ ബ്രോ, ഈ ചലഞ്ചറിൻ്റെ ഓണർ. ഞാനൊരു IT പ്രൊഫഷണലാണ്. ഞാൻ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഒരു കമ്പ്യൂട്ടർ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ വർക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, വണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നാട്ടിലേക്ക്. അതായത് ഈ വണ്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടുത്തെ അത്ര എമൗണ്ടും വരുന്നില്ല, എന്നാൽ നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? പക്ഷേ ഭയങ്കര ഫാൻ ബേസ് ആണ്. നമ്മൾ പണ്ട് ചെറുപ്പം മുതൽ GTA Vice City ഒക്കെ കളിക്കുമ്പോ കണ്ടുവരുന്ന ഓഫ് കോഴ്സ്. ഇവിടെ ഒരു വണ്ടി എടുത്ത് പണിത് കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അവിടുന്ന് എങ്ങനെ വേണം അൾട്ടർ ചെയ്യും ചെയ്യാം, അവിടെ കൊണ്ടു നടക്കുകയും ചെയ്യാം. പക്ഷെ അവിടുത്തെ റൂൾസ് ഒന്ന് നോക്കിയാൽ ബ്രേക്ക് ചെയ്യാണ്ട് അല്ലേ? നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആദ്യം ഒരു ഷിപ്പിംഗ് കമ്പനീനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസ് തന്നു, എവിടെയാണ് കാർനെറ്റ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ. അത് പോയി ചെയ്തു. നേരെ വണ്ടി 2 ദിവസം മുന്നേ അവിടെ സറണ്ടർ ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അവിടുന്ന് വണ്ടി ഇവിടെ എത്തി. ഒരു 5 ദിവസം ടൈം എടുത്തു. ഇവിടുത്തെ കസ്റ്റംസ് കാര്യങ്ങളും ക്ലിയറൻസും ഒക്കെ ഷെമി ബ്രോ ചെയ്തു തന്നു. ഇത് ഡോഡ്ജിൽ ചലഞ്ചർ എന്ന് പറഞ്ഞ വണ്ടി. ഇത് 6 സിലിണ്ടറും വരുന്നുണ്ട്, 8 സിലിണ്ടറും വരുന്നുണ്ട്. ഇത് നമ്മൾ ഡെയിലി യൂസ് ആയ കാരണം 6 സിലിണ്ടർ എടുത്തു. 8 സിലിണ്ടർ ആണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോഴ്സ് പവർ പറയുമ്പോൾ 302 ഹോഴ്സ് പവർ ഉണ്ട്.
പിന്നെ V6 എഞ്ചിനാണ് അല്ലേ? V6 engine 3.6 ലിറ്റർ V6 എഞ്ചിനാണ് ഈ വണ്ടിയുടെ ഹൃദയം, ഹാർട്ട് എന്ന് പറയുന്നത് അതാണ്. പിന്നെ അത്യാവശ്യം ടോർക്കുമാണ് വണ്ടി, കാലൊക്കെ കൊടുത്തതിന് അത്യാവശ്യം നല്ല ഇനീഷ്യലും ഉള്ള വണ്ടിയാണ്. പിന്നെ വണ്ടി നമ്മുടേതായ രീതിയിൽ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് റാപ്പിംഗ് ആണ്. ഇത് പ്രെഡാറ്റർ എന്ന് പറഞ്ഞ ഒരു ഫിലിമിൽ നിന്ന് ആ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് മെയിൻ ഡോക്യുമെന്റ്. ഇത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഒരു 10 പേപ്പർ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. നമുക്ക് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യ പോകണമെന്നുണ്ടെങ്കിൽ കറങ്ങി എല്ലാ ഇതിലും സീല് അടിച്ചു വെക്കണം. ഇത് കണ്ട, ഇതിൻ്റെ അകത്താണ് സീൽ ചെയ്യേണ്ടത്. ഇത് സംഭവം സീൽ ചെയ്യുക. ഇതിപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ കസ്റ്റംസ് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്ത് ദുബായ് കസ്റ്റംസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോണ ഓരോ ഇതിലേക്ക് കയറുമ്പോൾ കസ്റ്റംസ് ഇതിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മളിവിടെ സൈൻ ചെയ്ത് മേടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കാർനെറ്റിൻ്റെ ഒരു ഇത് നമുക്ക് പറയാനുള്ളത്. ഒരു ടൂറിസ്റ്റ് വേറൊരു കൺട്രിക്ക് എങ്ങനെ ഒരു 6 മാസത്തേക്ക് പിന്നെ ഇവിടെ പൊളിക്കാനുണ്ടാവും, അതേപോലെ അത്രയാണ്. പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർനെറ്റ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു കമ്പനി, അതായത് നമുക്ക് ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ചെയ്യണ കുറച്ച് കമ്പനികളുണ്ട്, അവർക്ക് മാത്രം കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി ത്രൂ ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കിട്ടാനുണ്ട്. കമ്പനി ത്രൂ ആകുമ്പോഴത്തേക്കും വണ്ടിയുടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇനി വണ്ടി കടലിൽ പോയി, അതായത് കണ്ടെയ്നർ പാടി കടലിൽ പോയി, അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഓതറൈസ്ഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കിട്ടും. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്.